കർത്താവിന്റെ അതിപരിശുദ്ധമായ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്ക് ഒരുമിച്ച് വീണ്ടും ഈ സൂം പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, ദൈവവചനം കേൾപ്പാൻ നമുക്ക് തന്ന സ്വർഗം ഒരുക്കിയ അവസരത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജോയ്സ് ആൻറ്റിക്ക്, ഈ പ്രയർ ടീമിന് കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. നമ്മൾ 3 ആഴ്ചകളായി തമ്പുരാന്റെ വചനത്തിൽ സംസാരിക്കുകയാണ്. കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തമ്പുരാന്റെ നീതി, വിശുദ്ധി എന്ന വിഷയത്തെക്കുറിച്ച്, നീതീകരണം, വിശുദ്ധീകരണം എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാനായി കർത്താവ് കൃപ തന്നു. 3-ാമത്തെ ആഴ്ച, കഴിഞ്ഞ ആഴ്ചയിൽ ദൈവിക അധികാരം എന്ന വിഷയത്തിലേക്ക് നമ്മൾ കടന്നു. അവിടെ പൈശാചിക മണ്ഡലങ്ങളെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാം. ലൂസിഫർ ആര്, എന്ത്, അതെങ്ങനെ മനുഷ്യൽ എങ്ങനെ സ്വാധീനം ഉണ്ടാക്കി, ഏതിനിൽ എങ്ങനെ കിടന്നു, മനുഷ്യൻ എങ്ങനെ പാപത്തിൽ വീണു, അങ്ങനെ ദൈവിക അധികാരം നിറഞ്ഞു നിന്ന മനുഷ്യർ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയതായി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചു. ഏദൻ തോട്ടത്തിൽ ആദം ഹവ്വയും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ സംഭവിച്ച കാര്യം, ദൈവത്തിൻ്റെ നീതിയിൽ നിന്ന്, വിശുദ്ധിയിൽ നിന്ന്, ദൈവിക അധികാരത്തിൽ നിന്ന്, പുത്രത്വത്തിൽ നിന്ന്, ഏദൻ തോട്ടത്തിൽ ദൈവമാക്കി വെച്ച ഇടത്തുനിന്ന് എല്ലായിടത്തുനിന്നും പുറത്താക്കപ്പെട്ടു. ദൈവത്തിൻ്റെ മകൻ എന്ന പദവിയിൽ നിന്ന് എല്ലാം തള്ളപ്പെട്ടു പോയി. പഴയ നിയമത്തിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാസന്മാർ എന്ന്. അതുകൊണ്ടല്ലേ ദാസന്മാരുടെ കണ്ണ് യജമാനങ്കിലേക്കും ദാസിമാരുടെ കണ്ണ് ഇങ്ങനെയൊക്കെ വചനങ്ങൾ പറയുന്നതിൻ്റെ കാരണം അതാണ്. കാരണം അപ്പൻ മക്കൾ എന്നൊരു ബന്ധമില്ല. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ധൈര്യത്തോടെ വരാനുള്ള സ്വാതന്ത്ര്യമില്ല. ആ കൂട്ടായ്മ, ദൈവമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ ആലയത്തിനകത്ത് ഷെക്കേന ഇറങ്ങുമ്പോൾ എല്ലാവരും ഇറങ്ങി ഓടും. കാരണം മരിച്ചു പോകുമെന്നുള്ള പേടിയാണ്. പഴയ നിയമത്തിലെല്ലാം ആരും ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്ന കാര്യം. അത് പുത്രനായ ക്രിസ്തുവാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അപ്പോൾ ആർക്കും തന്നെ പഴയ നിയമത്തിൽ ദൈവത്തെ കണ്ടു. നമ്മുടെ യാക്കോബ് ദൈവത്തോട് മല്ല് പിടിച്ചെന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ദൈവത്തോടല്ല മല്ല് പിടിച്ചത്, ദൈവത്തെ റെപ്രസെന്റ് ചെയ്ത് വന്ന ദൂതനോടാണ് മല്ല് പിടിച്ചത്. കാരണം ദൈവത്തോട് മല്ല് പിടിക്കാൻ ഒരിക്കലും യാക്കോബിന് സാധിക്കില്ല. കാരണം ദൈവത്തെ കാണുന്ന മാത്രയിൽ യാക്കോബ് മരിച്ചു വീഴും. എന്തിന്? ഈ നീതിയും വിശുദ്ധിയും ദൈവിക തേജസ്സും പ്രാപിച്ച നമ്മുടെ യോഹന്നാൻ നമ്മുടെ കർത്താവിനെ കണ്ടപ്പോഴേ മരിച്ചവരെ പോലെയായി എന്ന്. അപ്പോൾ ഒരിക്കലും യാക്കോബ് ദൈവത്തോട് മല്ല് പിടിച്ചു എന്ന് പറയുന്ന ആ പദം ഒരിക്കൽ പോലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ദൈവത്തെ റെപ്രസെന്റ് ചെയ്ത് വന്ന ദൂതനുമായി മല്ല് പിടിച്ചു, അതാണ് സത്യം. കാരണം പഴയ നിയമത്തിലെ ന്യായപ്രമാണം പോലും ദൂതൻ മുഖാന്തരം എല്ലാം ദൂതൻ മുഖാന്തരമാണ്. അപ്പോൾ ഈ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയുന്നതും സത്യത്തിൽ അബ്രഹാമിനോട് ഉൾപ്പെടെ വന്ന് യഹോവയാ ദൈവം അരുളി ചെയ്യുന്നു എന്ന് പറയുന്നതെല്ലാം ദൈവത്തെ റെപ്രസെന്റ് ചെയ്ത് ഒരു ദൂതൻ വന്ന് സംസാരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, ഈ നമ്മുടെ രാജഭരണം ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. അപ്പോൾ അവിടെ എല്ലാം രാജവിളംബരം അറിയിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അറിയാം. ഒരാൾ വലിയ പെരുമ്പറ കൊട്ടി ഓരോ ദേശത്ത് വന്നിട്ട് ഇന്ന മഹാരാജാവ് അരുളി ചെയ്യുന്നു ടെന്ന് പറഞ്ഞങ്ങ് കൊട്ടിയങ്ങ് അറിയിക്കുകയാണ്. മഹാരാജാവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അധികാരത്തോടെ ഉച്ചസ്വരത്തിൽ രാജകൽപ്പന അധികാരത്തോടെ അങ്ങ് വായിക്കുക. അദ്ദേഹം രാജാവാണോ? അല്ല. പക്ഷേ രാജാവിൻ്റെ പ്രതിനിധിയാണ്. രാജാവ് എങ്ങനെ ചെയ്യുന്നുവോ, രാജാവ് എങ്ങനെ വായിക്കുന്നുവോ, രാജാവ് എങ്ങനെ സംസാരിക്കുന്നുവോ അതേപോലെ തന്നെ അദ്ദേഹം അവിടെ ചെയ്യും. ഇത് തന്നെയാണ് പഴയ നിയമത്തിനകത്ത് യഥാർത്ഥത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അപ്പോൾ
ഈ ദൈവികമായ ആ പദവിയിലേക്ക്, ഏതനിൽ നഷ്ടപ്പെട്ടു പോയ ആ ദൈവിക പദവിയിലേക്ക് യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ മടക്കി വരുത്തുന്ന ആ ദൈവത്തിൻ്റെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയാണ് യഥാർത്ഥത്തിൽ കാൽവരി ക്രൂശിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത്. അപ്പോൾ വിശുദ്ധീകരണം കിട്ടി, നീതീകരണം കിട്ടി. അതെല്ലാം ഏതനിൽ നഷ്ടപ്പെട്ടു പോയതായിരുന്നു. ഏതിൽ നഷ്ടപ്പെട്ടു പോയതിനെ കർത്താവിൻ്റെ ആ ക്രൂശീകരണം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. സകല മഹത്വവും നിറഞ്ഞവൻ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വിരൂപമാക്കപ്പെട്ടു. പ്രകാശത്തെ വസ്ത്രം പോലെ ഉടുത്തവൻ അർത്ഥനഗ്നനായി ക്രൂശിൽ കിടന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറഞ്ഞ കർത്താവ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ക്രൂശിൽ നിലവിളിച്ചു. അപ്പോൾ ഇതെല്ലാം ഏദൻ തോട്ടത്തിൽ പാപം ചെയ്ത് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ആദമിനെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. സത്യത്തിൽ പാപം ചെയ്തപ്പോൾ ദൈവത്തിന് മുമ്പാകെ ആദം ഈ അനുഭവത്തിലായിരുന്നു. ആ അനുഭവത്തെ യഥാർത്ഥത്തിൽ ക്രൂശീകരണത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്ന് അതിനെ പൂർത്തീകരണം നടത്തുക. കർത്താവ് ചെയ്ത കാര്യങ്ങളെ നമ്മൾ ചിന്തിച്ച, എൻ്റെ ദൈവമേ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഏദൻ എന്ന ഒരു തോട്ടത്തിലാണ് ഈ പാപം സംഭവിച്ച് ദൈവത്തിന് അകന്നു പോയത്. കർത്താവ് നമ്മളെ രക്ഷിക്കാനുള്ള കൃത്യമായ ദൈവിക പദ്ധതിയുടെ തുടക്കത്തിലേക്ക് കയറുന്നതും ഗത്സമന എന്ന തോട്ടത്തിലാണ്. ഞാൻ വളരെ ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ, ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്കിംഗ് ആയി കളിച്ച് കണ്ടോ. എവിടെ എവിടെ എന്താണ് ആദം തോറ്റോ അവിടെ നിന്നെല്ലാം കർത്താവ് തൻ്റെ പരിപാടി തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ഗത്സമന തോട്ടത്തിൽ സ്വയം ഏൽപ്പിക്കപ്പെടുകയാണ്. നാഴിക വന്നെന്ന് പറഞ്ഞ് ഏൽപ്പിക്കപ്പെടുകയാണ്. കണ്ടോ, അവിടെ നിന്ന് കർത്താവ് നമ്മളെ രക്ഷയിലേക്കും നീതിയിലേക്കും വിശുദ്ധിയിലേക്കും ദൈവിക അധികാരത്തിലേക്കും നിത്യജീവനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പാപപരിഹാര ബലിക്ക് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ട് ഏൽപ്പിക്കപ്പെടും. അപ്പോൾ ഏദൻ തോട്ടത്തിൽ ഒരു അനുസരണക്കേട് വന്നപ്പോൾ ഗത്സമന തോട്ടത്തിൽ ഒരനുസരണം വെളിപ്പെട്ടു വരികയാണ്. അപ്പൊ ഏകന്റെ അനുസരണക്കേടിൽ അനേകർ പാപികളായി, പക്ഷേ ക്രിസ്തുവിന്റെ അനുസരണം കൊണ്ട് അനേകർ നീതിയിലേക്ക് വരികയാണ്, വിശുദ്ധിയിലേക്ക് വരികയാണ്. ഇതാണ് നമുക്ക് ആ ഗത്സമന തൊട്ട് അങ്ങോട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ കർത്താവ് യേശു ക്രിസ്തു സ്നാനമേറ്റ് പിന്നെ വചനത്തിൽ നമ്മുടെ ഈ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിനകത്ത് വായിക്കുന്നത്, പിശാച് അവനെ പരീക്ഷിക്കേണ്ടതിന് അടുത്തു വന്ന 40 ദിവസം കർത്താവ് ഉപവസിച്ചു. നമുക്ക് ആ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നെടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം. ഇവിടെ അങ്ങനെയാണ് വായിക്കുന്നത്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാ അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. 40 ദിവസം പരീക്ഷിച്ചു. സത്യത്തിൽ ഇത് ഞാൻ ഈ സെമിനാരിൽ, ബൈബിൾ സെമിനാരിൽ പഠിക്കാൻ പോയ സമയത്ത്, കുമ്പനാടാണ് ഞാൻ പഠിച്ചത്. അവിടെ ഒരു സഹോദരൻ, എൻ്റെ സീനിയർ ആയിട്ടിരുന്ന ഒരു സഹോദരൻ അന്ന് ചാപ്പലിൽ പ്രസംഗിച്ചു, യേശു പിശാചിനെ അനുസരിച്ചു എന്ന് പറഞ്ഞ് ഒരു ഭയങ്കര ഒരു പ്രസംഗം അവിടെ നടത്തി. അത് വലിയൊരു വിവാദമൊക്കെ ആയി. അപ്പം ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന് 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ ബൈബിൾ സെമിനാരിൽ ചെന്നത്. ബൈബിൾ സെമിനാർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്നാനപ്പെടുന്നത്. എനിക്കിതൊന്നും മനസ്സിലായി പോലുമില്ല. ഇവർ ഭയങ്കര വാദവും തർക്കവും പരിപാടിയൊക്കെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വാദം ഇതായിരുന്നു, യേശു പിശാചിനെ അനുസരിച്ചു. പിശാച് യേശുവിനെ മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരു വല്ലാത്ത രീതിയിലുള്ള പ്രസംഗമായിരുന്നു, വലിയ വിവാദമായിരുന്നു. അന്ന് എനിക്കിതൊന്നും മനസ്സില്ല. പക്ഷെ കർത്താവ് പിന്നീട് അതുമായി ബന്ധപ്പെട്ട്
ചില വെളിപ്പാടുകളിലേക്ക് നടത്തിയപ്പോൾ ദൈവം തന്ന ചില കാര്യങ്ങളെ ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് പിശാചിന്റെ പരീക്ഷണത്തിന് കർത്താവ് വിധേയപ്പെട്ടു? അതൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് വിധേയപ്പെട്ടു? നമുക്കറിയാം, യേശുവിനെ ഒടുക്കത്തെ ആദം എന്നാണ് ധന്യനായ പൗലോസ്ലീഹ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഒടുക്കത്തെ ആദം, ജീവിപ്പിക്കുന്ന ആത്മാവായി. അപ്പോൾ ഏദൻ തോട്ടത്തിൽ പിശാച് ഉപായത്താൽ ഹൗവയെ ചതിക്കുന്നു നമുക്ക് കാണാം, അല്ലെ? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇതാണ് കാൺമാൻ നല്ലത്, തിന്മാൻ, അത് കാണാൻ ഭംഗിയുള്ളത്, തിന്മാൻ നല്ലത്, കണ്ടാൽ തിന്നാൽ നീ ദൈവത്തെ പോലെ ആകും. ഇത് മൂന്നുമാണ് ഏദൻ തോട്ടത്തിൽ ഹവ്വ അമ്മച്ചിയെ പിശാച് പരീക്ഷിച്ചത്, അല്ലെ? ആ വൃക്ഷഫലം കാണാൻ വളരെ നല്ലതാണ്. കണ്ണിന് മോഹം കൊടുത്തു, അതിനകത്ത് വീണു. രണ്ട്, തിന്മാൻ നല്ലതാ, ജഡമോഹത്തെ കാണിച്ചു. ജീവനത്തിൽ നീ തിന്നാൽ നീ ദൈവത്തെ പോലെയാകണ്ട, പ്രൗഢി. പിശാചിന്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു, അല്ലെ? ദൈവത്തെ പോലെയാകണം. പിശാച് ഇത് തന്നെയാണ് ഹവ്വയോടും പറഞ്ഞു കൊടുത്തത്. ഈ മൂന്ന് സംഗതികളിൽ, ഈ പിശാച് വിതച്ച ഈ മൂന്ന് വിത്തുകൾക്കകത്ത് ഹവ്വാമിച്ച് വീണു, ആദത്തെ വീഴിച്ചു, പാപത്തിലേക്ക് വീണു. അവിടെയാണ് ആദമും ഹവ്വയും തോറ്റ് പിശാചിന്റെ പദ്ധതിക്കകത്ത് കയറി തുടങ്ങിയത്. ഇതേ പിശാച് ഒടുക്കത്തെ ആദമായ തമ്പുരാന്റെ അടുക്കലും വരിക. ഈ വരുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ അതേ തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് പിശാച് വരുന്നത്. അപ്പൊ എന്തിനാണ് കർത്താവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന്? സത്യത്തിൽ പിശാച് കയറി വന്നതല്ല, കർത്താവ് അതിനെ അനുവദിച്ചു കൊടുക്കുകയായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? എടാ, ആദ്യത്തെ ആദമിനെ നീ ഉപായത്താൽ ചതിച്ച് പരാജയത്തിലേക്ക് കൊണ്ടുപോയി. ഒടുക്കത്തെ ആദമായി വന്ന ഞാൻ നിന്നെ ജയിച്ച് മുന്നോട്ട് പോകും എന്ന് കാണിച്ച് തരാമെന്നുള്ള വെല്ലുവിളിയാണ് കർത്താവിൻ്റെ പരീക്ഷയിൽ, പിശാചുമായിട്ടുള്ള പരീക്ഷയിൽ നമുക്ക് വെളിപ്പെട്ട് കാണുവാൻ സാധിക്കുന്നത്. അവിടെ പിശാച് വന്നപ്പോൾ കർത്താവിന് വിശന്നു. പിശാച് പറഞ്ഞൊരു കാര്യമുണ്ട്, കല്ലപ്പമാവ്. നീ പറഞ്ഞ ആകത്തില്ലേ? ശരിയല്ലേ? കർത്താവ് പറഞ്ഞാൽ ഏത് കല്ലും അപ്പമാകും. എന്നാൽ കർത്താവ് അവിടെ ഏദൻ തോട്ടത്തിൽ ഹവ്വ തോറ്റു. പക്ഷെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. കേട്ടോ, ഒന്നാമത്തെ പരീക്ഷയെ ജയിച്ചു. രണ്ടാമത് പറയുന്ന കാര്യം എന്താണ് പറയുന്നത്? ഈ ദേവാലയ ഈ മലമുകളിലേക്ക്, ഉയർന്ന മലമുകളിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാത്തെയും ക്ഷണനേരത്തിൽ കാണിച്ചു. നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി, ഇത് മുഴുവനും ഞാൻ നിനക്ക് തരാം. അവിടെയാണ് കാണാൻ നല്ലത്, ഇത് തിന്നാൽ കൊള്ളാം എന്ന് ഹവ്വാമച്ചി പറഞ്ഞ പാപത്തിൽ വീണത്. പക്ഷെ നമ്മുടെ കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. കണ്ടോ, ഹവ്വ തോറ്റെടുത്ത്, ആദം തോറ്റെടുത്ത് തമ്പുരാൻ അതിനെ ജയിച്ചു. മൂന്നാമത്തതാണ് ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിന്ന് ചാട്. കാരണം എന്നാ? വചനം പറയുന്നു, ദൂതന്മാർ നിന്നെ താങ്ങിക്കൊള്ളും. ശരിയാണ്, യെരുശലേമിൽ പെരുന്നാൾ നടക്കുന്നു, വലിയ ജനക്കൂട്ടമുണ്ട്. കർത്താവ് ദേവാലയത്തിന്റെ അഗ്രത്തിൽ ചാടിയ ദൂതന്മാർ താങ്ങും. ജനം നോക്കുമ്പോൾ ദൂതന്മാർ താങ്ങി ഇറക്കുന്ന ഒരു അത്ഭുത മനുഷ്യൻ. ക്രൂശീകരണം നടക്കത്തില്ല. പിശാചിന്റെ വാക്ക് അതുപോലെ അനുസരിക്കപ്പെട്ടു. അങ്ങനെ യേശുവും തോറ്റുപോകും. അതുകൊണ്ട് പിശാച് ആ തന്ത്രം ഉപയോഗിച്ചു. പക്ഷേ കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ഇതാണ് വചനം. ഇങ്ങനെ ഏദനിൽ ആദം ഹവ്വ തോറ്റെടുത്ത് നമ്മുടെ കർത്താവ് പിശാചിന്റെ ആ മൂന്ന് പരീക്ഷകളെയും ജയിച്ചുകൊണ്ടാണ് തൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നത്. പിന്നെയാണ് നിങ്ങൾ ആ 4-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, അതിന്റെ
പതിനാലാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലേക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. കണ്ടോ, ആത്മാവിന്റെ ശക്തിയോടെ കർത്താവ് തന്റെ ശുശ്രൂഷയിലേക്ക്. അപ്പൊ പരീക്ഷയെ ജയിച്ച് പരീക്ഷകൻ അവനെ വിട്ടുമാറി ആത്മാവിന്റെ ശക്തിയോടെ കർത്താവ് തന്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. അപ്പൊ ഏതനിൽ എവിടെയാണോ തോറ്റത് അവിടെ നിന്ന്, ആദം എവിടെയാണോ തോറ്റത്, ഹവ്വ എവിടെയാണത്, അവിടെ നിന്നാണ് കർത്താവ് തന്റെ ശുശ്രൂഷ ആരംഭിച്ചത്. കണ്ടോ, അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ദൈവം അനുവദിച്ചു നിന്നത്. അല്ലാതെ പിശാചിന്റെ കഴിവുകൊണ്ട് വന്ന് കർത്താവിനെ പരീക്ഷിച്ചതല്ല, കർത്താവ് അനുവദിച്ചു. നീ ഏതനിൽ തോൽപ്പിച്ചതല്ലേ, ഇവിടെ നീ ഒന്ന് തോൽപ്പിച്ച് നോക്ക്. കർത്താവ് അവിടെ നിന്ന് ജയിച്ച് തന്റെ ശുശ്രൂഷയെ ആരംഭിച്ച ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാണ് ഈ കർത്താവ് ഈ പരീക്ഷിക്കപ്പെടുവാനുള്ള കാരണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടം തൊട്ടേ പിശാചിന്റെ പദ്ധതികൾ പൊളിഞ്ഞു തുടങ്ങി. കാരണം എന്നാ, മനുഷ്യപുത്രൻ വന്ന് എന്തിനാ? പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ, അവന്റെ പദ്ധതികളെ തകർക്കാൻ. പിശാച്, നിന്റെ പദ്ധതികൾ ഇനി നടക്കത്തില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാം. കാനാവിലെ കല്യാണം, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, അല്ലെ? മദ്യപാനികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും അവരാരും ഒരിക്കലും മറക്കാത്ത വചനമാണ് കാനാവിലെ കല്യാണം എന്ന് പറയുന്നത്. അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. പക്ഷേ ആ കല്യാണ ശുശ്രൂഷയ്ക്കകത്ത് അവിടെ ദൈവം, നമ്മുടെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യുന്നു. ആ അത്ഭുതം ചെയ്യുമ്പോൾ 2:11 ഇങ്ങനെ കാണുന്നത്, ഇതിനെ അടയാളങ്ങളുടെ ആരംഭമാക്കി കർത്താവ് ഇതിനെ ചെയ്തു. അടയാളങ്ങളുടെ ആരംഭം, തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ചു ചെയ്ത തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കണ്ടോ, അടയാളങ്ങളുടെ ആരംഭം. ശ്രദ്ധിച്ച്, അത്ഭുതങ്ങളിൽ അടയാളങ്ങളുടെ ആരംഭമാക്കി കർത്താവ് ചെയ്തത് ഒരു കുടുംബത്തിന്റെ നിന്ദയെ, ഒരു കുടുംബത്തിന്റെ അപമാനത്തെ, ഒരു കുടുംബത്തിന്റെ തകർച്ചയെ മാറ്റിക്കൊണ്ടായിരുന്നു കർത്താവ് തന്റെ പ്രവൃത്തിയെ ചെയ്തു തുടങ്ങിയത്. യഥാർത്ഥത്തിൽ പിശാച് ഏദൻ തോട്ടത്തിൽ പൊളിച്ച് തകർത്ത് തന്റെ പരിപാടി തുടങ്ങിയത് ആദം ഹവ്വ ദമ്പതി എന്ന കുടുംബത്തെ തകർത്തുകൊണ്ടായിരുന്നു. മനസ്സിലായോ? പക്ഷെ കർത്താവ് തന്റെ ശുശ്രൂഷ തുടങ്ങുന്നത് ഒരു കുടുംബത്തിന്റെ നിന്ദയെ, അപമാനത്തെ, തകർച്ചയെ മാറ്റി ആ കുടുംബത്തിനകത്ത് തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തിക്കൊണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവ് അതിനെ അടയാളങ്ങളുടെ ആരംഭം, കണ്ടോ, ആരംഭങ്ങളെ കർത്താവ് ചെയ്തു. ഇന്ന് പകലും അതിൻ്റെ അകത്തൊരു ദൂത് കിടപ്പുണ്ട് കേട്ടോ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് പിശാച് തകർക്കുമെന്നും മുടിക്കുമെന്നും വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് രാത്രി നിങ്ങളും വിശ്വസിക്കണം, എൻ്റെ ഭവനത്തിനകത്ത് ചില അടയാളങ്ങളുടെ ആരംഭം എൻ്റെ കർത്താവ് ചെയ്യുമെന്ന് നീ വിശ്വസിക്കാൻ തയ്യാറായാൽ പൊളിച്ചുകളയും തകർത്തുകളയുമെന്ന് പിശാച് വിളിക്കുന്നിടത്ത് ദൈവത്തിന്റെ പണി എന്താണെന്ന് സ്വർഗം വെളിപ്പെടുത്തും. തമ്പുരാൻ ചെയ്യുന്ന ചില അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണും. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഒരു ദൂത് ഞാൻ ഉറപ്പിച്ച് പറയാം, നിന്റെ കുടുംബം ചില അടയാളങ്ങളെ കാണാൻ പോകുക. നീ തകർന്നു പോകുമെന്ന് പിശാച് പറയുമ്പോൾ, നിന്റെ കുടുംബം ശിഥിലമാകുമെന്ന് പിശാച് പറയുമ്പോൾ, ഇന്ന് രാത്രി സ്വർഗം ഒരു ദൂത് പറയുന്നു, ഇല്ല, അതിനെ പണിയുന്ന ചില അടയാളങ്ങൾ ഞാൻ വെളിപ്പെടുത്തും. അതിനെ പണിയുന്ന ചില അത്ഭുതങ്ങളെ ഞാൻ വെളിപ്പെടുത്തും. അതിനെ പണിയുന്ന ചില ദൈവപ്രവർത്തികൾ ഞാൻ വെളിപ്പെടുത്തും. ചില ആരംഭങ്ങൾ, പുതിയ കുടുംബങ്ങൾക്കകത്ത് നോക്കി ദൈവം പറയുന്നു, ചില പുതിയ ആരംഭങ്ങൾ കുറിക്കപ്പെടും. എവിടെയൊക്കെയോ നീ ബ്ലോക്കായി പോയില്ലേ, എവിടെയൊക്കെയോ നീ ഒതുങ്ങിപ്പോയില്ലേ, എവിടെയൊക്കെയോ നിനക്ക് മുന്നേറാൻ കഴിയാതെ
ശിഥിലമാക്കപ്പെടുമെന്ന് നീ ചിന്തിക്കുന്നില്ലേ? ഇന്ന് രാത്രി സ്വർഗം ഒരു കാര്യം പറയുന്നുണ്ട്, ശിഥിലമാകുകയല്ല, ചില പണികൾ നടക്കും, ചില അടയാളങ്ങൾ, ദൈവത്തിന്റെ അടയാളം നീ കാണാൻ പോകുക, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നീ കാണാൻ പോകുക, ദൈവത്തിന്റെ പ്രവർത്തികൾ നീ കാണാൻ പോകുക. നീ തകരാനുള്ളവനല്ല, നിന്റെ കുടുംബം തകരാനുള്ളതല്ല, പണിയപ്പെടുമെന്ന്, പിശാച് തകർക്കുമെന്ന് വാദിക്കുമ്പോൾ യേശു ഇന്ന് രാത്രി പണിയുന്നു, ഇല്ല, അത് പണിയപ്പെടും. അതിനു വേണ്ടിയാ നിന്റെ കുടുംബത്തിൽ ഒരു അടയാളം വെളിപ്പെടാൻ പോകുന്നത്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. നിന്റെ കുടുംബം ഒരടയാളമാകാൻ പോവുക, ദേശത്തൊരടയാളമാകാൻ പോവുക, നിന്റെ സഭയ്ക്കകത്തൊരടയാളമാകാൻ പോവുക, അത്ഭുതമാകാൻ പോവുക. യേശു നിന്റെ വീട്ടിൽ വന്നത് ഹല്ലേലൂയ പിശാചിന് തകർക്കാനല്ല, യേശു നിന്റെ വീട്ടിൽ വന്നത്, നിന്റെ ഹൃദയത്തിൽ വന്നത് നിന്റെ ഭവനത്തെ പണിയാനാണ്, നിന്റെ ഭവനത്തിനകത്ത് നന്മ വെളിപ്പെടുത്താനാണ്, നിന്റെ ഭവനത്തിനകത്ത് ഒരു അടയാളം വെളിപ്പെടുത്തേണ്ടതിനാണ്. യേശുവിന്റെ നാമത്തിൽ ഈ ഡിവൈസിനകത്തുള്ള കുടുംബങ്ങൾക്കകത്ത് ആ ദൈവത്തിന്റെ പണി വെളിപ്പെടട്ടപ്പാ. അല്ലെങ്കിൽ അടയാളങ്ങളുടെ ചില ആരംഭങ്ങൾ കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ വെളിപ്പെടട്ടെ, തലമുറകൾക്കകത്ത് വെളിപ്പെടട്ടെ, ആരംഭങ്ങൾ കാണട്ടെ. ഈ ആണ്ടിന്റെ അവസാനത്തിലേക്ക് വന്നു നിൽക്കുമ്പോൾ ചില ആരംഭങ്ങൾ കുടുംബങ്ങളിൽ വെളിപ്പെട്ട് കാണട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവേ ഞങ്ങൾ നന്ദി പറയുന്നു, പരിശുദ്ധാത്മാവേ ഞങ്ങൾ നന്ദി പറയുന്നു, പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ, കുടുംബത്തെ പൊളിച്ചുകൊണ്ട് പിശാച് പ്രവർത്തി തുടങ്ങി, പക്ഷേ തമ്പുരാൻ കുടുംബത്തെ പണിതുകൊണ്ട് തൻ്റെ പ്രവർത്തി ആരംഭിച്ചു. ഹല്ലേലൂയ. കണ്ടോ, എവിടെയും എവിടെയൊക്കെ ബ്രേക്കായോ അതിനെല്ലാം കർത്താവ് ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിയും. കർത്താവിൻ്റെ ആ ശുശ്രൂഷകളുടെ പ്രത്യേകത എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആയി തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് വേഗത്തിൽ വരാം. ഈ നമ്മുടെ മേൽ പകരപ്പെട്ട ആത്മാവിന് പുതിയ നിയമത്തിൽ ഒരു പേര് പറഞ്ഞു, പുത്രത്വത്തിന്റെ ആത്മാവ്, അല്ലേ? നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെയല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത്. അങ്ങനെ പൗലോസ്ലീഹ പിന്നെയും അങ്ങനെ ഒരുപാട് കാര്യം, പുത്രത്വത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഗലാത്യ ലേഖനത്തിലും ഒക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗലാത്യ ലേഖനത്തിലൊക്കെ, എഫേസ്യ ലേഖനത്തിലുണ്ട്, ഇങ്ങനെ അതുപോലെ റോമാ ലേഖനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പുത്രത്വത്തിന്റെ ആത്മാവ് അത് പ്രത്യേകമായി പറയുന്നത് ഈ ഗലാത്യർ 4:6 വാക്യാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഗലാത്യർ 4:6 അതിങ്ങനെയാണ്, അതുകൊണ്ട് നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ. ദാസനല്ല പുത്രനത്രേ. അപ്പൊ നമ്മുടെ മേൽ അവകാശികൾ. അത് അടുത്ത് പറയുന്നുണ്ട്, അതിനോട് ചേർന്ന് പറയുന്നത് അവകാശി 4:1 അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അപ്പൊ അവകാശിയാണ് സർവത്തിനും യജമാനൻ. ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ പുത്രത്വത്തിന്റെ ആത്മാവ്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അപ്പം ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനെ ദൈവാത്മാവെന്നും പരിശുദ്ധാത്മാവെന്നും ഒക്കെ പറഞ്ഞാൽ മതി. പക്ഷേ പുത്രത്വത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞ് നമ്മുടെ മേൽ ഈ ആത്മാവിനെ പകർന്നു തന്നതിന്റെ കാരണം, ഒന്ന്, ആദം ദൈവത്തിന്റെ മകൻ ആയിരുന്നു. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ മകൻ എന്ന പദവി നഷ്ടപ്പെട്ടു പോയി. അതാ ഞാൻ പറഞ്ഞ, പഴയ നിയമത്തിലെല്ലാം ദാസത്വത്തിന്റെ ആത്മാവായിരുന്നു. അതുകൊണ്ട് ആ വായിച്ച വാക്യത്തിൽ തന്നെ പൗലോസ്ലീഹ പറയും, നീ ഇനി ദാസനല്ല
പുത്രനത്രേ. കണ്ടോ, ദാസത്വത്തിന്റെ ആത്മാവിലെ മുഴുവൻ പഴയ നിയമം മൂവ് ചെയ്തത് പുത്രത്വത്തിന്റെ ആത്മാവേ അല്ല. പക്ഷേ ക്രിസ്തു ദൈവപുത്രനായാലും മനുഷ്യപുത്രനായി ഈ ഭൂമിയിലേക്ക്, ഒടുക്കത്തെ ആദമായി ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപത്തിന്റെ പരിഹാരം വരുത്തി ക്രൂശിൽ ജയോത്സവമായി മാറിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ മേൽ ആദമിൽ നഷ്ടപ്പെട്ട പുത്രത്വത്തെ കർത്താവ് നമുക്ക് തിരികെ നൽകി തന്നു. ഇതാ ഈ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ഏതനിൽ നഷ്ടപ്പെട്ട ആ ദൈവീക പദവികളെ സ്വർഗം നമ്മുടെ മേൽ തിരികെ തരികയാണ്, പുത്രത്വത്തിന്റെ ആത്മാവ്. അപ്പോൾ പുതിയ നിയമത്തിൽ നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കാം. സത്യത്തിൽ ഏദൻ തോട്ടത്തിൽ ആദമും ഹൗവയും പാപം ചെയ്യുന്നതിന് മുൻപ് ദൈവത്തെ വിളിച്ചിരുന്നത് ഇത് തന്നെ, അബ്ബാ പിതാവേ. ആ ഒരു ശ്രേഷ്ഠ പദവി, ആ ശ്രേഷ്ഠ ബന്ധമാണ് നഷ്ടപ്പെട്ടത്. എന്നാൽ ക്രിസ്തുവിലൂടെ നമുക്കതിനെ തിരികെ ലഭ്യമാക്കി തരുന്ന തമ്പുരാന്റെ സ്നേഹത്തെയും തമ്പുരാന്റെ കൃപയെയും നമുക്കവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. കണ്ടോ, അപ്പം നമ്മുടെ മേൽ പകരപ്പെട്ട ആത്മാവിന്റെ പേര്, ഒരു പേരാണ് പുത്രത്വത്തിന്റെ ആത്മാവ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നമുക്ക് ഭയമില്ലാതെ ധൈര്യത്തോടെ വിളിക്കാം. ഏദൻ തോട്ടത്തിൽ ആദം ഭയമില്ലാതെ വിളിച്ചത്, ധൈര്യത്തോടെ വിളിച്ചത്, ദൈവത്തോട് ചേർന്ന് നിന്നാണ് വിളിച്ചത്, ആ സ്നേഹത്തെ അനുഭവിച്ചുകൊണ്ടാണ് വിളിച്ചത്, പുത്രത്വത്തിന്റെ ആത്മാവ്. അടുത്ത കർത്താവ് പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്ന ഇടത്ത് ഞാനുണ്ട്. അല്ലെ, കർത്താവ് 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്ത്. ഈ വാക്യം വെച്ചുകൊണ്ട് ഒരുപാട് ദൈവദാസന്മാരൊക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് അറിയാമായിരുന്നു ദൈവത്തിന്റെ നാമത്തിൽ 2 പേരോ 3 പേരോ ഒക്കെ കൂടുള്ളൂ. ഞാൻ ചോദിച്ചു, ഈ ഡിവൈസിൽ തന്നെ 1047 പേരുണ്ട്. 10, 500, 1000, 3000, 10000, 1,00,000 പേര് കൂടുന്ന സഭകളുണ്ട്. അപ്പോൾ ആ പറയുന്ന വാക്കുകൾക്കൊന്നും ഒരു പ്രസക്തിയില്ല, ചുമ്മാ ഡയലോഗ് അടിച്ച് വിടുന്നത്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കർത്താവിനെ അറിയാം, 2 or 3, അങ്ങനെയൊന്നുമല്ല. അതൊക്കെ വെറും തെറ്റായ മോശമായ വ്യാഖ്യാനങ്ങൾ. കാരണം കർത്താവിന്റെ നാമത്തിൽ 2 പേരല്ല കൂടാനുള്ളത്. പക്ഷേ കർത്താവിന്റെ നാമത്തിൽ 2 പേരെങ്കിലും കൂടിയാൽ അവിടെ നടുവിൽ ഞാൻ ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. ഇത് പറയാനുള്ളൊരു കാരണം എന്താണെന്നറിയാമോ? സിമ്പിളായൊരു കാര്യമാണ്. ഏദൻ തോട്ടത്തിൽ 2 പേരെ ഉള്ളായിരുന്നു, ആദമും ഹവ്വയും. അവരുടെ നടുവിലേക്കാണ് കർത്താവ് ഇറങ്ങി വന്നത്. കണ്ടോ, ആ ഫെലോഷിപ്പ് ബ്രേക്ക് ആക്കിയ പിശാച്. പക്ഷെ കർത്താവ് പറഞ്ഞു, മോനെ, ഏദനിൽ 2 കൂടി ഇപ്പൊ ഞാൻ വന്നില്ലേ, അതുപോലെ പുതിയ നിയമത്തിനകത്തും വീണ്ടും ഞാൻ അതിനെ റീഎസ്റ്റാബ്ലിഷ് ചെയ്ത് പറയുക, 2 പേർ എൻ്റെ നാമത്തിൽ ഏദനിൽ കൂടി വന്നാ മതി, അവരുടെ നടുവിൽ ഞാനുണ്ട്. പിശാച് എന്ത് ഏതിൽ നിന്ന് പൊളിച്ചടുക്കി കളഞ്ഞോ അതിനെ എല്ലാം തമ്പുരാൻ തിരിച്ച് പുതിയ നിയമ, പുതിയ ഉടമ്പടി സഭയ്ക്കകത്താക്കി. എന്ത് രസം അതല്ലേ, 2 പേർ. അത് ഈ സംഭവ പ്രാവശ്യം എൻ്റെ അകത്ത് കത്തിയപ്പോൾ ഞാൻ ഭയങ്കര തുള്ളിച്ചാടിപ്പോയി. 2 പേര് കൂടിയാ വന്ന് കർത്താവ് പറഞ്ഞു. കണ്ടോ, ഏതനിൽ 2 പേരെ ഉള്ളായിരുന്നു, അവരുടെ നടുവിൽ വരാൻ കർത്താവ് തറായി. അതേ കണ്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, പാപം ചെയ്യുന്നതിന് മുമ്പ് ആദം ഹവ്വ എങ്ങനെയായിരുന്നു അതേ ലെവലിലാണ് നമ്മൾ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത്. 2 പേര് വന്നാൽ മതി, അവിടെ നടുവിൽ ഞാനുണ്ട്. എല്ലാത്തിനെയും കർത്താവ് തിരിച്ചു പിടിച്ചു. ഏതനിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞ പുത്രത്വം തിരിച്ചു പിടിച്ചു. ഏതനിൽ നഷ്ടപ്പെട്ടു പോയ ആ ദൈവ സാന്നിധ്യത്തെ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് വീണ്ടും റീഎസ്റ്റാബ്ലിഷ് ചെയ്യാണ്. 2 പേര് വന്നാൽ മതി, ഞാൻ വരാം, ഞാൻ ഉണ്ടെന്ന, ഞാൻ വേറെ അയക്കാന്ന് പറഞ്ഞു, ഞാനുണ്ട്, അതിന് വേറെ മാറ്റമൊന്നുമില്ല. കണ്ടോ, കർത്താവ് ഇങ്ങനെ ഓരോ നഷ്ടപ്പെട്ട ആ തേജസ്സിലേക്ക് കൊണ്ടുവന്നു.
തേജസ് പ്രാപിക്കുന്ന അതേ പ്രതിമയായി രൂപാന്തരപ്പെടാൻ നമ്മളെ അതിലേക്ക് ആക്കി വെച്ചു. അങ്ങനെ നഷ്ടപ്പെട്ട ആ മേഖലകളെ മുഴുവനും കർത്താവ് നമുക്ക് തിരികെ നൽകി തന്നു. കുഞ്ഞെ, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത്, നീ ഒരു നിസ്സാരക്കാരനല്ല, നീ ഒരു നിസ്സാരക്കാരിയല്ലെന്ന്. ദൈവത്തിന് നീ വിലയേറിയവളാണ്, വിലയേറിയവനാണ്. ദൈവത്തിന് വിലയേറിയവനും അല്ലായിരുന്നെങ്കിൽ തമ്പുരാൻ ജീവനെ കൊടുക്കത്തില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ദൈവം എനിക്ക് നൽകുന്ന വില, നിങ്ങൾക്ക് നൽകുന്ന വില എന്താന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ ജീവനാണ്. ഒരുവന് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വില, നിനക്ക് ജീവൻ വേണോ പണം വേണോ എന്ന് ചോദിച്ചാൽ അവൻ പറയും എനിക്ക് ജീവൻ മതി എന്ന് പറയും. അപ്പൊ കർത്താവ് പറഞ്ഞു എനിക്ക് ജീവൻ വേണ്ട, നിന്നെ മതി എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം ഇടുന്ന വില ഒന്ന് സിമ്പിളായിട്ട് ചിന്തിച്ചു നോക്കിയേ. കണ്ടോ, എന്നെ എന്തിനും കൊള്ളത്തില്ല, എന്നെ ആർക്കും വേണ്ട, എൻ്റെ പൊന്നു കുഞ്ഞെ, സകലത്തിൻ്റെ ഉടയവനായ കർത്താവിന് നിന്നെ ജീവനാണ്, സ്വന്തം ജീവനേക്കാൾ വിലയുള്ളവനാണ്. ഇതിനെയൊക്കെ നാം ഈ ഹൃദയം കൊണ്ട് അംഗീകരിക്കുമ്പോഴാണ്, വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷമുള്ളതായി മാറുന്നത്. പിന്നെ ഈ വെളിപ്പാട് കിട്ടിയോണ്ട് ഈ പൗലോസ് എന്ത് കഷ്ടങ്ങളുടെ നടുവിൽ സന്തോഷിക്കുന്നു, കാരാഗ്രഹത്തിലും സന്തോഷിക്കും. എന്തിന്? നമുക്ക് ആരാഗ്രഹം വേണ്ടല്ലോ, അയൽവക്കത്തുകാരൻ മോന്ത വീർപ്പിച്ചാൽ നമുക്ക് പിന്നെ ഒന്നും വേണ്ട. സഭയിലുള്ള പാസ്റ്റർ വേണ്ടിയില്ലെങ്കിൽ നമ്മുടെ അന്നത്തെ ആഴ്ച പോയി. അതൊന്നും നമ്മളെ ബാധിക്കരുത്. കാരണം എന്നറിയാം, നമ്മൾ ഈ ജഡീക കണ്ണുകൊണ്ട് മാത്രം എല്ലാത്തിനും ചെയ്ത് നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് ആത്മാവി ചിന്തിച്ച്, എടാ ആർക്കും എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ട, ഭർത്താവിന് വേണ്ട, പാസ്റ്ററിയെ വേണ്ട, സഭക്കാർ എന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ, എന്നെ ജീവൻ തന്ന് സ്നേഹിച്ച ഒരു അപ്പൻ എന്നെ വേണമെങ്കിൽ അതിനേക്കാൾ വലുതുണ്ടോ വേറെ ആർക്കെങ്കിലും? അതൊന്നും ആത്മാവിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ തയ്യാറായാൽ ഒരു കാര്യം ഉറപ്പ് പറയാം, ഇന്ന് വേണ്ടെന്ന് പറഞ്ഞവൻ നിന്നെ നാളെ വിളിക്കും. ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, സിസ്റ്ററെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ. ജഡപ്രകാരം അതിനോട് പ്രതികരിക്കാതെ ആത്മാവിൽ ഈ വെളിപ്പാട് തിരിച്ചറിഞ്ഞ് അവരെ നമ്മളങ്ങ് അംഗീകരിക്കുക. നമ്മളെ വേണ്ടാത്തവർ നമുക്ക് വേണ്ടെന്ന് പറയാനുള്ള വ്യവസ്ഥ ഇല്ല പുതിയ നിയമത്തിൽ. നമുക്ക് അവരെ വേണം, നമ്മൾ കാണണം, സംസാരിക്കണം. പക്ഷേ നമ്മളെ അംഗീകരിക്കുന്ന ഒരു സമയത്തിലേക്ക് ദൈവം കൊണ്ടുവരും. ഇതൊരു ഫാക്റ്റാണ്. ദൈവം നമ്മളിൽ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പദ്ധതികളിൽ പെട്ട ഇതാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, കണ്ടോ, നഷ്ടപ്പെട്ട പുത്രത്വം തിരികെ തന്നു. ഇതാണ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി എന്ന് പറയുന്നത്. ആ ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മളെ വീണ്ടും മടക്കിക്കൊണ്ടുവന്നു. ഇപ്പൊ നമ്മൾ എവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായാലും ദൈവം അവിടെ വരും. ഏതൻ തോട്ടത്തിലാ വരുന്നത്, അന്ന് ഏതൻ തോട്ടത്തിലായിരുന്നു, ഇന്ന് നമ്മൾ എവിടെ ഇരിക്കുന്നു അവിടെ ഏതൻ തോട്ടം. തമ്പുരാൻ അവിടെ ഇറങ്ങി വരുമെന്ന്. തമ്പുരാൻ കണ്ട പിശാചിന്റെ സകല പരിപാടിയും ഏതൻ തോട്ടത്തിലെ അങ്ങ് പൊളിച്ചങ്ങോട്ട് മാറ്റി. ഹല്ലേലൂയ. ഇനി അടുത്തൊരു വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസിന് സുവിശേഷം 9-ാമത്തെ അധ്യായം, 10-19. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, അവ ഒരു നാളും ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. ഈ സമയത്ത് നമ്മളെല്ലാവരും, അല്ലെങ്കിൽ ഈ പെന്തക്കോസ്ത് ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് പോരാട്ടം, ബന്ധനം, വലിയ വലിയ വാക്കുകളൊക്കെ ഞാൻ കേൾക്കാം. ഞങ്ങൾ യാക്കോക്കാരാണ്, എറണാകുളം പുത്തൻകുരിശ് യാക്കോബ കേന്ദ്രത്തിൽ ജനിച്ചു വളർന്നവരാ. അപ്പോൾ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് സത്യത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ അല്ലെങ്കിൽ പെന്തക്കോസ് അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ യേശു എന്ന് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ പോരാട്ടം എന്ന് കേട്ട് വളർന്നിട്ടുള്ളൊരു കാലഘട്ടത്തിൽ
ഉള്ളവരാ. നമുക്ക് എല്ലാവർക്കും അറിയാലോ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഒരു ദിവസത്തിൽ ആ, എത്ര പ്രാവശ്യം യേശു എന്ന് പറയുന്നുണ്ട്, എത്ര പ്രാവശ്യം പോരാട്ടം അല്ലെങ്കിൽ എന്ന് പറയുന്നുണ്ട്, ചിന്തിച്ചു നോക്കി അറിയാൻ പറ്റും. യേശുവിനേക്കാൾ കൂടുതൽ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. സ്തോത്രം. നമ്മൾ തന്നെ നമ്മുടെ നാക്കുകൊണ്ട് നമ്മൾ പലതും പറഞ്ഞ് നമ്മൾ തന്നെ അങ്ങ് ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പല ദേവദാസന്മാരുടെയും ഇങ്ങനെ ശുശ്രൂഷകളിലൊക്കെ പോയിരിക്കുമ്പോൾ, മകനെ, നിനക്കെതിരെ പാരമ്പര്യത്തിന്റെ ശക്തികൾ വെല്ലുവിളിച്ച് നിന്നെ തകർക്കുവാൻ, മുടിക്കുവാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദൂതുകൾ ഇങ്ങനെ കേൾക്കാം. സത്യം പറഞ്ഞാൽ അതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ മനസ്സ് തകരും. ദൈവമേ, വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ രക്ഷയില്ല എന്ന് പറഞ്ഞ് മന്ത്രവാദം ചെയ്ത്, ആഭിചാരം ചെയ്ത്, കൂടോത്രം ചെയ്ത്, അമ്പലങ്ങളും നേർച്ച നൽകി, അവിടുന്ന് രക്ഷയില്ലാതെ പള്ളികളിൽ നോയമ്പ് നോറ്റിരുന്ന് നേർച്ച എന്താ പറയുന്നത്, തീർത്ഥാടനങ്ങൾ നടത്തി, മുസ്ലിം പള്ളി കൊണ്ട് അടിമ വെച്ച് അവിടെ നിന്ന് രക്ഷയില്ല, ഇതിൽ നിന്ന് ഒന്നും രക്ഷയില്ലെന്ന് മനസ്സിലാക്കി യേശു രക്ഷിക്കുന്ന ദൈവമാണെന്ന് അനുഭവിച്ചറിഞ്ഞ് രോഗസൗഖ്യം കിട്ടി വന്ന എന്നോട് പറയുകയാണ്, നിനക്കെതിരെ ബാധകൾ, പോരാട്ടങ്ങൾ, വെല്ലുവിളികൾ. സത്യത്തിൽ ഞാൻ ഹൃദയം തുറന്ന് ചിന്തിച്ച കാര്യമാണ്, കർത്താവ് ഇവിടെയും രക്ഷയില്ലേ? ഞാൻ ചോദിച്ച കാര്യമാണ്. എന്റെ ഹൃദയത്തിൽ ഇവിടെയും രക്ഷയില്ലേ? എടാ, ഇവിടെയും പറയുന്നു പിശാജ് പോരാടി തകർത്ത് വെല്ലുവിളിച്ച് അങ്ങനെയാണ് ഇങ്ങനെ. അപ്പൊ ഞാൻ എവിടെ രക്ഷപ്പെടും? ഈ ഒരൊറ്റ ചോദ്യത്തിൽ നിന്നാണ് തമ്പുരാൻ എന്റെ വെളിപ്പാടിന്റെ തലങ്ങളെ എനിക്ക് മാറ്റി മറച്ച് തന്നത്. പിശാജ് 24x7 അലർട്ടാണ്, ഒരു സംശയമില്ല. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് പോരാട്ടവും ഇല്ല, നിങ്ങൾക്ക് ബന്ധനമില്ല എന്നൊന്നും പറയാനല്ല. പോരാട്ടവും ബന്ധനവും അത് നമ്മളുള്ള കാലത്തോളം, ലോകമുള്ള കാലത്തോളം ഉണ്ട്. പക്ഷേ അതിന് മുകളിലാണ് നീ എന്ന് പറയാൻ, ഞാനെന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. അതെനിക്ക് തെളിയിക്കാനും പറ്റും. നല്ല പ്രാഗൽഭ്യം എനിക്ക് ദൈവവചനത്തിൽ നിന്ന് പറയാനുണ്ട്. അത് പറയാനാ ഞാനില്ല. പോരാട്ടം ഇല്ലെന്ന് പറയാനില്ല. ആർക്കും പോരാട്ടം ഇല്ലായിരിക്കില്ല. കർത്താവ് തന്നെ പറഞ്ഞു, ഒരു ബുദ്ധിയുള്ളവൻ പാറമേൽ വീട് പണിതു, ബുദ്ധിയില്ലാത്തവൻ മണലിന്മേൽ വീട് പണിതു. പക്ഷെ രണ്ടിലും എന്ത് ചെയ്തു? കാറ്റടിച്ചു. പോരാട്ടം ഇല്ലെങ്കിൽ ബുദ്ധിയുള്ളവൻ പണിതിനകത്ത് കാറ്റടിക്കാൻ പാടില്ല. പക്ഷെ മണൽമേൽ പണിതിൽ അടിച്ചു, പാറമേൽ പണിതിൽ, അപ്പൊ രണ്ടിലും കാറ്റടിച്ചു. പക്ഷേ പാറമേൽ പണിതൽ കാറ്റടിച്ചെന്നല്ലാതെ കാറ്റിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതാണ് എൻ്റെ പോയിന്റ്. പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പക്ഷെ അതിനെ ജയിക്കുന്ന ഒരു ദൈവശക്തി നമ്മുടെ മേലുണ്ട് എന്നുള്ള ഒരു ആത്മീക തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ, ധൈര്യത്തോടും ഉറപ്പോടും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആത്മാവിൽ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. കാരണം നാം ഇപ്പോൾ ദാസന്മാരല്ല, നാം ഇപ്പോൾ മക്കളും അവകാശികളുമാണ്. കർത്താവ് നമ്മുടെ മേൽ പകർന്നു തന്നിരിക്കുന്ന അധികാരം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം. 2, ആ വാക്ക് അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന്റെ താഴോട്ടൊരു വാക്കിട്ട് ഒന്നും ഒരു ദോഷവും നിങ്ങൾക്ക് ചെയ്യില്ല. ഇത് പറയാനും ഇത് വിശ്വസിക്കുവാനുമാണ് നമുക്കെല്ലാവർക്കും പ്രയാസം. പാമ്പുകളെയും തേളെയും ശത്രുവിന്റെ സകലത്തെയും ചവിട്ടുവാൻ ഞാൻ എനിക്ക് അധികാരം തന്നിരിക്കുന്നു, ഇത് പറയും. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് കൃത്യം പറയുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. അതും കൂടി ഇതിനോട് ചേർന്ന് നമ്മൾ ഒന്ന് വിശ്വസിക്കണം. അപ്പോൾ ഇത് ഒരു ദോഷവും വരുത്താതിരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണമല്ലോ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണം. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെന്നുള്ളൊരു ബോധ്യം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ജയിച്ച് മുന്നേറുവാനായിട്ട് കഴിയത്തുള്ളൂ. ഈ വാക്യത്തിലേക്ക് ഞാൻ വീണ്ടും തിരികെ വരും. നമുക്ക് എഫേസ്യ ലേഖനത്തിലേക്ക് ഒന്ന് പറയാം. എഫേസ്യ ലേഖനം വെളിപ്പാടിന്റെ കലവറകൾ നിറഞ്ഞിരിക്കുന്ന ലേഖനമാണ് എഫേസ്യ ലേഖനം. 1-ാമത്തെ അധ്യായം, അതിന്റെ 22-23 വാക്യം.
സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ ആ സർവത്തിനും മീതെ തലയാക്കി ആ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറമായിരിക്കുന്ന ആ അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. സ്തോത്രം. ആമേൻ. ഈ വാക്യം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നതും എല്ലാവരും വളരെ ഹൃദയത്തിലൊന്ന് ഉൾക്കൊണ്ടിരിക്കേണ്ടതുമായ ഒരു വചനമാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും ഞാൻ ഈ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ലേഖനങ്ങൾ 1 എഫേസ്യ ലേഖനം, 2 കൊലോസ്യ ലേഖനം, 3 ഫിലിപ്പിയ ലേഖനം, പിന്നെ റോമാലേഖനം, പിന്നെ എബ്രായ ലേഖനം. ഇതാണ് എൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റുകളിൽ പെടുന്നത്. അതിൽ എഫേസ്യ ലേഖനം എന്ന് പറഞ്ഞാൽ വെളിപ്പാടിൻ്റെ കല പറയും, വെളിപ്പാടിൻ്റെ കല. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ദേവദാസന്മാരെ നിങ്ങൾ സഭയിലൊന്ന് പഠിപ്പിച്ചാൽ വളരെ അനുഗ്രഹമായിരിക്കും. ഈ 1-ാമത്തെ അധ്യായം ഒരു ഭയങ്കര സംഭവമാണ്. ഈ 1-ാമത്തെ അധ്യായം, അതിനകത്ത് പൗലോസിൻ്റെ പ്രാർത്ഥനയും നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വിലയും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുക. അപ്പോൾ പൗലോസ് പറയുന്നൊരു കാര്യം ഇതാണ്: ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു, സകല നാമത്തിനും മേലായ നാമമാക്കി, സകല അധികാരങ്ങൾക്കും സകല കർത്തൃത്വങ്ങൾക്കും മീതെ അത്യന്തം ഉന്നതമാക്കി. എന്ന് വെച്ചാൽ എല്ലാറ്റിൻ്റെയും മേളിലാക്കി, സകല പിശാചിൻ്റെയും, ഇന്ന് ഈ ലോകത്ത് പറയപ്പെടുന്ന സകല നാമങ്ങളുടെയും, ഒരുപാട് നാമങ്ങളുണ്ട്, ഒരുപാട് പേരുള്ള, ഈ ഭയങ്കര പ്രശസ്തി പറയുന്ന പേരുള്ള, നിങ്ങളുടെ എല്ലാം ദേശത്ത് പല പേരും കാണും എന്ന് പറഞ്ഞ പോലെ പല പേരുകൾ. അങ്ങനെ പറഞ്ഞ സകലത്തിൻ്റെയും മീതിയാക്കി കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ, 2 കർത്താവിൻ്റെ അധികാരത്തെ ആ നിലയിലേക്കാക്കി. അപ്പോൾ കല്ലറയിലേക്ക് പോയ കർത്താവ്, മരണത്തിലേക്ക് സമർപ്പിക്കപ്പെട്ട കർത്താവ് കല്ലറയിൽ ഒതുങ്ങിയിരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഈ കല്ലറയിലേക്ക് വ്യാപരിച്ചിട്ട് ക്രിസ്തുവിനെ ആദ്യം മരണത്തിൻ്റെ മേൽ അധികാരം നൽകി എഴുന്നേൽപ്പിച്ചു. മരണത്തിൻ്റെ മേൽ അധികാരം നൽകി എഴുന്നേൽപ്പിച്ചു. ഇതാണ് പൗലോസിന്റെ മറ്റൊരിടത്ത് പറയുന്നത്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? കാരണം എന്നാ, മരണത്തെ ജയിക്കുന്ന അധികാരമാണ് പകരപ്പെട്ടത്. അങ്ങനെ സകല നാമത്തിലും സകല അധികാരത്തിനും മീതെ, അത്യന്തം മീതെയാക്കി, സകല അധികാരവും നിറഞ്ഞവനാക്കി നമ്മുടെ കർത്താവിനെയാക്കി. അങ്ങനെ സകല അധികാരവും മഹത്വവും നിറഞ്ഞവനായ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? സകല അധികാരവും മഹത്വവും മുറുകെ പിടിച്ചുകൊണ്ട് നേരെ സ്വർഗത്തിലേക്ക് കയറി. അങ്ങനെയാണോ? അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? സകല അധികാരവും നിറഞ്ഞ കർത്താവ് അധികാരം മുഴുവൻ, എടാ ഞാൻ പോവാട്ടോ മക്കളെ, നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞാൻ പോകുമെന്ന് പറഞ്ഞ് പോയോ? സകല അധികാരവും നിറഞ്ഞ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചു, അവനെ സർവത്തിനും മീതെ തലയാക്കി, എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് അവൻ കൊടുത്തു, കൈമാറുകയും ചെയ്തിരിക്കുന്നു. ചോദിച്ചോട്ടെ, ആരാണ് ഈ സഭ? ആരാണ് സഭ? പുതിയ നിയമത്തിൽ ആരാണ് സഭ? ആർക്കെങ്കിലും പറയാമോ? ആരാ സഭ? രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടം എന്ന് പറയാം. ആ കൂട്ടത്തിൽ ആരുണ്ട് ആന്റി? ഞാനുണ്ട്. അപ്പൊ ആരാ സഭ? ഞാനാണ് സഭ. കണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇനി നിങ്ങളൊന്ന് വായിച്ചേ. സർവവും അവന്റെ കാൽ കീഴാക്കി, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ആർക്ക് കൊടുത്തെന്ന? എനിക്ക് തന്നു. സ്തോത്രം. കണ്ടോ? എനിക്കാണ് ഈ അധികാരം നൽകി തന്നത്.
ഏദൻ തോട്ടത്തിൽ സകല അധികാരവും പാപത്തിലൂടെ നഷ്ടപ്പെടുത്തി ഏദൻ തോട്ടത്തിൽ ആദമിനെ ഹവ്വയെ ഇറക്കി വിട്ടെങ്കിൽ തമ്പുരാന്റെ ക്രൂശിലെ മരണത്താൽ ദൈവത്തോട് നമ്മെ നിരപ്പിച്ചിട്ട് എന്ത് ഇതെന്നറിയാമോ? സ്വർഗത്തിലെ സകല ആത്മീയ അധികാരങ്ങളെയും യേശു ക്രിസ്തുവിലൂടെ എൻ്റെ മേൽ പരിശുദ്ധാത്മാവിനാൽ പകർന്നു കിട്ടി. ഹല്ലേലൂയ. ഇന്ന് ഞാൻ അധികാരമില്ലാത്തവനല്ല, ഞാൻ അധികാരിയാണ്. ക്രിസ്തു സ്വർഗീയ അധികാരം കൊണ്ട് മേളിലേക്ക് പോയില്ല, തന്റെ ശരീരമാകുന്ന സഭയിലേക്ക് ഇതിനെ പകർന്നു നൽകി തന്നു എന്ന് പറഞ്ഞ എന്റെ മേൽ ഇതിനെ പകർന്നു തന്നു. ആമേൻ. സ്തോത്രം. അതുകൊണ്ടാണ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരം ലഭിച്ചത്. അതിലേക്ക് ഞാൻ വീണ്ടും വരാം. ഈ എഫേസ്യ ലേഖനത്തിന്റെ അതിന്റെ ഈ സകല സർവ അധികാരവും പകരാൻ അതിന്റെ മഹത്വം എന്താണെന്ന് പകരാനുള്ള കാരണം അത് ബ്രീഫായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം 1:5 അവൻ ലോകസ്ഥാപനത്തിന് മുന്നേ അവനിൽ നമ്മെ തെരഞ്ഞെടുത്തു. കണ്ടോ? ഇത് കമ്പിവാചകം പോലെ പറയുള്ളൂ. ഇത് എക്സ്പ്ലെയിൻ ചെയ്താൽ എന്നോട് പറയും 3-4 ക്ലാസ്സിലേക്ക് വീണ്ടും പോകാൻ പറയും. 1 കണ്ടോ? നമ്മുടെ പദവി മനസ്സിലാക്കിയോണ്ടോ? നമ്മുടെ പദവി നമ്മളെ നിസാരക്കാരായിട്ട് നമ്മൾ കാണരുത്. അവൻ ലോകസ്ഥാപനത്തിന് മുന്നേ നമ്മെ ആരില്ല? ക്രിസ്തുവിൽ എന്നെ തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാ? ഈ അധികാരം പകരാൻ. എന്നെ ഈ കാലഘട്ടത്ത് ദൈവം കണ്ടിരിക്കുക. ഈ 2025 ഈ ഭൂമിയിൽ ജീവിക്കണമെന്നും ദൈവത്തിന്റെ അധികാരം വഹിക്കണമെന്നും എന്നെ അനാദികാലം മുൻപേ തമ്പുരാൻ തെരഞ്ഞെടുത്തു. എന്തിനാണെന്നറിയുമോ? ആ 4 ചേർത്ത് വായിച്ച്, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും. കണ്ടോ? അപ്പൊ ഈ അധികാരം സ്വീകരിപ്പാൻ നമുക്ക് യോഗ്യതയുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ജോയ്സ് ആന്റി 2025 ഈ ഭൂമിയിൽ ദൈവത്തിന്റെ അധികാരിയായി ജീവിക്കണമെന്ന് മാത്രമല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധയും നിഷ്കളങ്കിയുമായി ഇരിക്കണമെന്ന് അനാദികാലം മുൻപേ തമ്പുരാൻ മുൻനിർണയിച്ച് വെച്ചിരിക്കുക. ആ മുൻനിർണയത്തിന്റെ ഒരു റിസൾട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ഫുൾഫിൽമെന്റ് ആണ് ഇന്ന് ജോയ്സ് ആന്റി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. ആമേൻ. അല്ലാതെ ജോയ്സ് ആന്റി തീരുമാനിച്ചുകൊണ്ടോ പേരൻസ് തീരുമാനിച്ചുകൊണ്ടോ അല്ല. തമ്പുരാന്റെ മുൻനിർണയമാണ് ജോയ്സ് വിശുദ്ധയും നിഷ്കളങ്കയുമായി ഈ ഭൂമിയിൽ ജീവിക്കണം. അത് ദൈവത്തിന്റെ മുൻനിർണയമാണ്. അപ്പൊ ഞാൻ വിശുദ്ധനും നിഷ്കളങ്കനും ആകാനുള്ള കാരണം ദൈവത്തിന്റെ മുൻനിർണയമാകുന്നതുകൊണ്ട് എന്റെ ധൈര്യം, എന്റെ ഉറപ്പ്. എന്നോടൊരു പാസ്റ്റർ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഒരു ഉറപ്പുണ്ടാകത്തില്ലായിരുന്നു. ഈ അധികാരം എനിക്ക് ഉപയോഗിക്കാൻ പറ്റും, എന്നിലുണ്ടെന്നുള്ള ഉറപ്പോ തെളിവ് ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം, അതിന്റെ 6-ാമത്തെ വാക്യം, യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തു. കണ്ടോ? ഈ അധികാരം എന്നിൽ തരാൻ ദൈവം നമ്മിൽ ചെയ്ത പ്രോസസ്സിങ് കണ്ടോ? പൗലോസിന് കിട്ടിയ വെളിപ്പാടാ, സഭയുടെ വെളിപ്പാടായി പറയുന്നത്. എന്നെ യേശു ക്രിസ്തു മുഖാന്തരം തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം എന്നെ എന്ത് ചെയ്തെന്നറിയാമോ? യേശു ക്രിസ്തു മുഖാന്തരം എന്നെ ദത്തെടുത്തു. കണ്ടോ? ദത്തെടുത്തിന്റെ പ്രോസസ്സ് നമുക്കറിയാം. ഒരുവൻ ദത്തെടുക്കണമെങ്കിൽ അവന്റെ സ്വത്തിന്റെ എല്ലാത്തിന്റെ മേലും അവകാശമുണ്ട്. അതുകൊണ്ടല്ലേ ക്രിസ്തുവിനോടുകൂടെ എന്നെ കൂട്ടവകാശിയാക്കിയത്. ദത്തെടുപ്പിന്റെ എല്ലാ നിയമങ്ങളും നമ്മുടെ തമ്പുരാൻ പാലിച്ചെന്നേ. ക്രിസ്തുവിനുള്ള അവകാശം, കൂട്ടവകാശം എല്ലാം ഉണ്ട് എനിക്ക്. ക്രിസ്തുവിന് എന്തെല്ലാം ആധാരത്തിൽ എഴുതിയിട്ടുണ്ടോ ആ ആധാരത്തിന്റെ അവകാശം മുഴുവൻ എനിക്കുള്ളതാ. സിമ്പിളായിട്ട് പറയാം, നിങ്ങൾക്കുള്ളതാ. ഇതാ ദത്തെടുപ്പ്. അപ്പോൾ ഈ അധികാരം എന്നിൽ നിക്ഷിപ്തമാകേണ്ടതിന് മുൻനിർണയിച്ചു. എങ്ങനെയാ? നിഷ്കളങ്കനും വിശുദ്ധനും ആകേണ്ടതിന് എന്നെ മുൻനിർണയിച്ചു, എന്നെ ദത്തെടുത്തു.
അടുത്ത് താഴോട്ട് വായിക്കുമ്പോൾ പിന്നെ എന്നെ മുൻനിയമിച്ചു. 7-ാമത്തെ വാക്യം, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ പാപമോചനമെന്ന വീണ്ടെടുപ്പ് നൽകി തന്നു. എന്റെ ദൈവമേ, അടുത്ത 10-ാമത്തെ വാക്യം ഭയങ്കരതാട്ടോ. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കാം എന്നിങ്ങനെ യേശു നമ്മളോട് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മത്തായി 28:18-16 മുതലുള്ള വാക്യങ്ങൾ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം, സ്വർഗത്തിലും ഭൂമിയിലും. ഇവിടെ പൗലോസ്ലീഹ പറയുന്നത് എന്നാ? സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് പിന്നെയും ഒന്നായി ചേർക്കാം. ആദമിനുണ്ടായിരുന്ന അതോറിറ്റി ആയിരുന്നു അത്. പാപം ചെയ്ത് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതിനെ വീണ്ടും ഒന്നായി ചേർക്കേണ്ടതിന് സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ 3 ആണിമേൽ പാപപരിഹാര യാഗമായി നമ്മുടെ തമ്പുരാൻ മാറി. അങ്ങനെ സ്വർഗവും ഭൂമിയും ബന്ധപ്പെടാതിരുന്ന പാപം കൊണ്ട് മറയ്ക്കപ്പെട്ടതിനെ ക്രിസ്തു നിമിത്തം വീണ്ടും കൂട്ടിയോജിപ്പിച്ചപ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹവും എന്റെ മേൽ വന്നു. ഇതൊരു പഴയ നിയമ ഭക്തനും കിട്ടിയില്ല. അബ്രഹാമിന് കിട്ടിയില്ല, മോശയ്ക്ക് കിട്ടിയില്ല, ദാവീദിന് കിട്ടിയില്ല, യോശുവയ്ക്ക് കിട്ടിയില്ല. സ്വർഗത്തിലും ഒന്നായി ചേർക്കപ്പെടുന്നു. അതിനാണ് ഇനി 1:3 വായിക്കേണ്ടത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ. കണ്ടോ, ഈ ആത്മീയ അനുഗ്രഹം വെളിപ്പെടാൻ സ്വർഗത്തെയും ഭൂമിയും കൂടെ ഒന്നായി ചേർക്കാൻ തമ്പുരാന്റെ പാപ പരിഹാര ബലി. ഈ ചാപ്റ്റർ സിമ്പിളായിട്ട് ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു തന്നതാ. ഇത് റിവൈസ് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഞാൻ ഈ 23-ാമത്തെ വാക്യം വായിച്ചിട്ട് പുറകോട്ട് ചിന്തിക്കുമ്പോൾ കറക്റ്റായിട്ട് ആ വ്യൂ കിട്ടും നമുക്ക്. എൻ്റെ ദൈവമക്കളെ, നമ്മുടെ മേൽ തന്ന അധികാരം, പിശാചിന് ഒറ്റ ആഗ്രഹമുള്ളൂ, നിന്റെ മേൽ എന്ത് അധികാരം ഉണ്ടെന്ന് തിരിച്ചറിയരുത്. നീ പാടുവോ, ആരാധിക്കുകയോ, തുള്ളുവോ, എന്ത് വേണേലും ചെയ്തു, അതൊന്നും പിശാചിന് ഒരു വിധത്തിലും ശല്യപ്പെടത്തില്ല. പക്ഷെ ക്രിസ്തുവിൽ നീ ആര്, നിന്റെ പദവി എന്ത്, അധികാരം എന്ത്, ഇത് തിരിച്ചറിഞ്ഞാൽ പിശാച് തോറ്റു. അവന്റെ തന്ത്രം മുഴുവൻ പൊളി. അവന്റെ ഒരു ആയുധവും ഫലിക്കുകയില്ല. അവന് ഒന്നാമത് ആയുധമില്ല, അവന്റെ തന്ത്രമാണുള്ളത്. ആയുധം ഉണ്ടെന്ന് പറയുന്നതല്ല തെറ്റാ പുതിയ നിയമത്തിൽ. കണ്ടോ? അപ്പോൾ പൗലോസിക്ക് കൃത്യമായ ആ വെളിപ്പാട് കിട്ടുകയാണ്. നിന്നെ കണ്ടോ, ഈ സ്വർഗത്തിലെ സകല ആത്മീയ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മേൽ പകരപ്പെട്ട സകല അധികാരവും ക്രിസ്തു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാതെ തൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൈമാറി എന്ന് പറഞ്ഞാൽ ഈ ഡിവൈസിനകത്തിരിക്കുന്ന പ്രായമോ പാരമ്പര്യമോ ഗുണമോ വിശേഷമോ വിദ്യാഭ്യാസമോ അതൊന്നും കർത്താവ് നോക്കുന്നില്ല. വിശ്വസിക്കുന്നവരുടെ മേൽ ഈ ദൈവിക അധികാരത്തിന്റെ കൈമാറ്റം നടക്കുകയാണ്. ഇതിനു വേണ്ടി 40 ഇരിക്കുകയോ 21 ഇരിക്കുകയോ അല്ല ചെയ്യേണ്ടത്. ക്രിസ്തു എൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നു. നീ രക്ഷിക്കപ്പെട്ടപ്പോഴേ, പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വന്നപ്പോഴേ ഈ ദൈവിക അധികാരം എൻ്റെ മേൽ പകരപ്പെട്ടു എന്ന് വിശ്വസിക്കണം. ഇതിനെ വിശ്വാസത്താൽ സ്വീകരിക്കാനേ പറ്റുള്ളൂ ദൈവമക്കളെ. ഈ അധികാരത്തെ വിശ്വാസത്താൽ സ്വീകരിക്കാൻ മാത്രമേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങൾ ആരും ക്രിസ്തുവിൽ നിസ്സാരക്കാരല്ല. പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കും, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളൊരു പ്രശ്നത്തിനകത്ത്, ഒരു പ്രതിസന്ധിക്കകത്ത് നിങ്ങൾ അകപ്പെടുന്നുണ്ടെങ്കിൽ, കർത്താവ് പരീക്ഷകളോടുകൂടെ ഞാൻ പോക്ക് വഴികളും
ഉണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിശ്വാസത്തിന് പരിശോധനയുണ്ടെന്നേ, പ്രതിസന്ധി വെല്ലുവിളി ഉണ്ടെന്നേ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളൊരു പ്രതിസന്ധിക്കകത്ത് അകപ്പെടുന്നുണ്ടെങ്കിൽ അതിനു മുൻപേ അതിനെ ജയിക്കാനുള്ളൊരു അഭിഷേകം നിങ്ങളുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. പലപ്പോഴും നമുക്കത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ് മിസ്റ്റേക്ക്. ആദമിനെ ദൈവം ആക്കി വെക്കുമ്പോൾ ആദമിന് വേണ്ടിയതിനെല്ലാം റെഡിയാക്കിയിട്ടാണ് ദൈവം ആദമിനെ സൃഷ്ടിച്ചത്. എന്ന് പറഞ്ഞ പോലെ നിങ്ങളെ ക്രിസ്തുവിലാക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നിങ്ങൾക്ക് വേണ്ടിയ വിടുതലുകളും ദൈവപ്രവൃത്തികളും നന്മകളും എല്ലാം ക്രിസ്തുവിൽ ഒരുക്കി വെച്ചിരിക്കുക. നിങ്ങൾ അതിനെ വിശ്വാസത്തോടെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ് ദൈവമക്കളെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് കാണിക്കേണ്ടതിന്. സ്വർഗത്തിന് അത് കാണിക്കാൻ ഇഷ്ടമുണ്ടെന്നേ. തന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന് നിങ്ങളിൽ കാണിക്കാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. നിങ്ങളിൽ വെളിപ്പെടുത്താൻ ദൈവത്തിന് ഇഷ്ടമുണ്ടെന്നേ. ഒരു പ്രശ്നം വരുമ്പോ അയ്യോ പത്തോന്നും കറിയുമല്ല, യേശുവിന്റെ നാമത്തിൽ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു വരുമെന്ന് പറയണ എന്റെ ദൈവത്താൽ ചാടി കിടക്കും. ധൈര്യമായിട്ട് പറയണം. ഒരു വിശ്വാസി അത് പറയണം. ഒരു ദൈവ പൈതൽ അത് പറയണം. നീ അനുഭവിക്കുന്ന പ്രതിസന്ധിക്കകത്ത് വീണു പോകാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അതിനകത്തുനിന്ന് ആത്മശക്തിയിൽ എഴുന്നേൽക്കാൻ, അധികാരത്തോടെ പുറപ്പെടാനാ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നീ നിസ്സാരക്കാരനല്ല, നിന്റെ മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ. ഈ ഡിവൈസിനകത്ത് ദൈവിക അധികാരമില്ലാത്ത ആരും ഇരിപ്പില്ല. ഇത് പകരപ്പെടാൻ പ്രത്യേകിച്ച് മാനദണ്ഡം ഒന്നുമില്ല. നിനക്ക് വിശ്വസിക്കാൻ മനസ്സുണ്ടേ നിന്റെ മേലുണ്ടത്. പലപ്പോഴും നമുക്ക് നമ്മുടെ ശക്തി എന്താ, പവർ എന്താന്ന് മനസ്സിലാകില്ല. നമ്മൾ ഓരോ വിഷയങ്ങളെ ജഡത്തിൽ കാണുന്നതാണ് പ്രശ്നം. ഇന്ന് രാത്രി മനസ്സിലാക്കുക, ആത്മാവിൽ കാണണം. ആത്മാവിൽ നിങ്ങളുടെ മേൽ, എൻ്റെ മേൽ ആത്മമണ്ഡലത്തിൽ പകരപ്പെട്ട ഒരു അധികാരമുണ്ട്. ഞാനെന്നൊരാത്മ മനുഷ്യൻ പകരപ്പെട്ട ഈ അധികാരം, ഈ അധികാരത്തെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞ് ആത്മാവിൽ മുന്നേറണം. കേട്ടോ, ഈ അധികാരം അപ്പൊ സ്വർഗീയമായ അധികാര, ഈ സ്വർഗീയമായ അധികാരത്തെ എന്നിൽ കൈമാറേണ്ടതിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ പ്ലാൻ നോക്കണം. എന്നെ മുൻനിർണയിച്ചു വെച്ചു, മുന്നമേ കണ്ടുവച്ചു, അനാദികാലം മുമ്പേ. ഇനി അത് പിശാചിന് മാറ്റാൻ പറ്റുമോ? നിങ്ങൾ പറ. ചിലർ പറയുന്നത് പിശാജ് എനിക്ക് വരേണ്ട നന്മയെ പിശാജ് അങ്ങ് തകർത്ത് കളഞ്ഞു. നിന്റെ നന്മയെ പിശാചിന് തകർക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നീ എത്ര 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 വിശ്വാസത്തിൽ അധപ്പതിച്ചെന്നറിയാമോ? എടാ, തമ്പുരാൻ മുൻനിർണയിച്ച് വെച്ചതിനെ പിശാച് തകർത്ത് കളഞ്ഞെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ നീ എത്ര അധപ്പതിച്ച വിശ്വാസത്തിലാ. എന്റെ നന്മയെ എനിക്ക് അനുവദിച്ചതിനെ പിശാചിന് തൊടാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് യേശുവിന്റെ മക്കൾ. നിന്റെ നന്മയെ പിശാചിന് അനാദികാലം കർത്താവ് റെഡി വെച്ചിരിക്കുക. അത് പിശാച് കട്ടോണ്ട് പോയെന്ന്. അങ്ങനെയൊന്നും വിശ്വസിക്കല്ലേ, മണ്ടത്തരം വിശ്വാസം പറയല്ലേ. ചില നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പറയണം, അത് കർത്താവിന്റെ നാമ മഹത്വത്തിന്. ഒരു പിശാചിന് മഹത്വമില്ല. കർത്താവിന് ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. വിശ്വാസത്തിലേക്ക് വന്ന എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല പോകുന്നത്. ഈ പ്രസംഗിക്കുന്ന എന്റെ ജീവിതം പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പിശാചിന് മഹത്വം ഇല്ല. കാരണം എന്നാ? ഞാൻ ദൈവത്തിന്റെ മുൻനിർണയത്തിനകത്ത് നിൽക്കുന്ന ഒരു ദൈവവേദനാ. ഇന്ന് സന്ധ്യകൾ നിങ്ങൾ ധൈര്യമായിട്ട് പറയണം, ഒരു പിശാചിനും എന്റെ ഒരു നന്മയും കവർന്നു കളയാൻ കഴിയില്ല. നിങ്ങൾ ആ ഒരു വാക്ക് ധൈര്യത്തോടെ പറയുമ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിക്കും. നിങ്ങളുടെ ആ ഒരൊറ്റ വാക്ക് മതി പിശാച് ലജ്ജിച്ച് ഓടിപ്പോകാൻ. നിങ്ങളായിട്ട് വാഗൊണ്ട് പറഞ്ഞ് പിശാചിനൊരു ആയുധം കൊടുക്കരുത്. കാരണം പിശാചിന് തന്ത്രമേ ഉള്ളൂ, ഒരായുധം ഇല്ല.
അതിനുള്ള ഇടം നിങ്ങൾ വരുത്താതെ നിങ്ങൾ ധൈര്യമായി, അതാണ്ടല്ലേ ജീവനും മരണവും എവിടെ ഇരിക്കുക? നാവിന്മേൽ. നമ്മൾ പറയുന്നതിനകത്താ കാര്യം. ഇന്ന് രാത്രി പറയണം, എൻ്റെ മേൽ ദൈവിക അധികാരം, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ദൈവിക അധികാരം. ഇതിനകത്ത് ഈ ഡിവൈസിലുള്ളവർ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾ വലിയ പ്രതിസന്ധിക്കകത്താണെന്ന് വിചാരിക്കുക, പ്രശ്നങ്ങൾക്കകത്താണെന്ന് വിചാരിക്കുക. ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളുക, അതിനെ ജയിക്കാനുള്ള അഭിഷേകം നിങ്ങളുടെ മേൽ സ്വർഗം തന്നിട്ടുണ്ട്. അത് 100%. നിങ്ങൾ അതാണ് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ ദൈവം നിങ്ങളെ വിളിച്ചത് പിശാചിന് ഇട്ടുകൊടുത്ത ആ പിശാചെ തട്ടിക്കോ, അവനെ തട്ടിക്കോ എന്ന് പറയാനല്ല. ജീവൻ തന്ന് വീണ്ടെടുത്തത് പിശാചിന്റെ കളിപ്പാവയാകാനല്ല. അവന്റെ തന്ത്രങ്ങളെ പൊളിച്ച് നീ അധികാരത്തോടെ നിൽക്കാനാ. അവന്റെ പദ്ധതികളെ പൊളിച്ച് ദൈവകൃപയിൽ മുന്നേറാനാ, ആത്മീയ അധികാരത്തോടെ മുന്നേറാനാ. ഇന്ന് രാത്രി എൻ്റെ സമയം ഇവിടെ തീരുക. ഇത് നമുക്ക് അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ദൈവമക്കളെ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ എത്ര വലിയ വെല്ലുവിളി ഉണ്ടോ നിങ്ങൾ ഓർത്തോണം, ഇതിനെ ജയിക്കാനൊരു അഭിഷേകം എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ കുടുംബമായിട്ട് അങ്ങനെയാ ചേർന്ന് നിൽക്കണ്ടേ. ഇതിനെ ജയിക്കേണ്ട ഒരു അഭിഷേകം എൻ്റെ മേലുണ്ട്. ഇതിനെ ജയിക്കേണ്ട ഒരു അഭിഷേകം എൻ്റെ മേലുണ്ട്. കർത്താവ് എൻ്റെ മേൽ തന്നിട്ടുണ്ട്. കർത്താവ് എന്നെ കൈവിടത്തില്ലെന്നേ, എന്നെ അനാഥനായി വിടത്തില്ലെന്നേ. എന്നെ ജീവൻ തന്ന് എന്നെ വീണ്ടെടുത്തത് എന്നെ ഒറ്റപ്പെടുത്താനല്ലെന്നേ, എന്നെ തള്ളിക്കളയാനല്ലെന്നേ. സ്വർഗം എൻ്റെ കൂടെ ഉണ്ടെന്നേ. നിങ്ങൾ നിസ്സാരമായിട്ട് ചിന്തിച്ച് ലോകപ്രകാരമുള്ള നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങൾ എത്ര തലതെറിച്ച മക്കളായാലും അവർ രോഗിയായി ഒരു പ്രശ്നത്തിനകത്ത് അകപ്പെട്ടാൽ നിങ്ങൾ ആ മക്കൾക്ക് വേണ്ടി ഇടപെടത്തില്ലേ? ഏത് നിയമവും മറന്ന് നിങ്ങൾ ഇടപെടത്തില്ലേ? അങ്ങനെയെങ്കിൽ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഈ ലോകത്തിലെ പിതാക്കന്മാരും മാതാക്കളുമായി നിങ്ങൾ അങ്ങനെ ഇടപെടുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം ജീവൻ തന്ന് സ്നേഹിച്ച സ്വർഗം എത്രയധികം. ഇന്ന് രാത്രി തിരിച്ചു ചിന്തിക്ക്. എന്നോട് എൻ്റെ പ്രതിസന്ധിയിൽ എൻ്റെ കൂടുണ്ട് എൻ്റെ കർത്താവ്, എൻ്റെ കൂടുണ്ട്. ജീവൻ തന്നവൻ എൻ്റെ കൂടുണ്ട്. ധൈര്യമായത് വിശ്വസിക്ക്. എന്നിട്ട് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്ക്. ധൈര്യമായി എതിർത്ത് നിൽക്ക്. ഒരു നാൾ ഒരു ദോഷവും ചെയ്യില്ലെന്നേ. ഒരു വഴിയായി വരുന്നവൻ 7 വഴിയായി ഓടുന്നറിയാം. വചനം പറയുന്നു, യാക്കോബിന്റെ ലേഖനം പറയുന്നു, നിങ്ങൾ ദൈവത്തോട് അടുത്ത് വര്, ദൈവം നിന്നോട് അടുത്ത്. 2, പിശാചിനോട് എതിർത്ത് നിൽപ്പിൽ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നമ്മുടെ പ്രശ്നം ഏതാ? ദൈവത്തോട് അടുത്ത് വരും, പിശാചിനോട് എതിർത്ത് നിൽക്കൂല. ദൈവത്തോട് അടുത്ത് വരുമ്പോൾ തന്നെ പിശാചിനോട് മാറി നിൽക്കണ എന്ന് പറയാനുള്ള അധികാരം ഉണ്ടെന്ന് മനസ്സിലാക്കണം. യാക്കോബ് പറയുന്നതാ, നീ എതിർത്ത് നിൽക്ക്. നീ ദൈവത്തോട് അടുത്ത് വന്നാൽ മാത്രം പോരാ, പിശാചിനോട് എതിർത്ത് നിൽക്ക്. വാ കൊണ്ട് തുറന്ന പറ മാറി നിൽക്കാൻ. എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ തലമുറയ്ക്കകത്തുനിന്ന്, എൻ്റെ സാമ്പത്തിക നന്മകൾക്കകത്ത് നിന്ന്, എൻ്റെ ശരീരത്തെ രോഗിയാക്കുന്ന ബന്ധനങ്ങളിൽ നിന്ന് മാറി നിൽക്കണ പിശാചെന്ന് പറ. അധികാരമുള്ള നീയാ, പിശാചല്ല. ജയം കാണാം, നിങ്ങൾക്ക് അധികാരം വെളിപ്പെടുന്ന കാണാം, ദൈവപ്രവൃത്തി കാണാം. സ്തോത്രം. അപ്പോൾ എല്ലാം നിറയ്ക്കുന്ന നിറവായ തൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തു. നിങ്ങളുടെ മേൽ ഈ അധികാരം ഇട്ടിരിക്കുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഞാൻ ഈ ആഴ്ച നിർത്തണമെന്ന് ആഗ്രഹിച്ചെങ്കിലും പറ്റിയില്ല, സോറി. നമുക്ക് ദൈവം വെച്ച് മുമ്പോട്ട് പോവാം. കർത്താവ് സഹായിക്കട്ടെ.